സുപ്രഭാതം എല്ലാവർക്കും ഞാൻ നേരട്ടെ. കണ്ടോ, എൻ്റെ സന്തോഷങ്ങളെന്ന് പറയുന്നത് ഈ പൂക്കളാണ്. ഈ പൂക്കൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇതിൻ്റെ വിത്ത്. ഈ വിത്തിനെ ഞാൻ കൊണ്ടുവന്ന് പാവി ചെടിയാക്കി ഇത് പൂ കാച്ച് നിൽക്കുമ്പോൾ ഈ കൈകളിൽ ഞാനിത് നുകരുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും എത്ര പറഞ്ഞാലും മതിയാവാത്തതാണ്. ഈ പൂക്കൾക്ക് എനിക്ക് തരുന്ന സന്തോഷം കൊണ്ട് അത് എനിക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുമ്പോൾ ഈ പൂക്കൾ അവർക്ക് ജീവൻ കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ വിത്തുകളെ നമ്മളങ്ങ് കളഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും ആ പൂക്കൾ ആ വിത്തുകൾ ചെടിയായി അത് പൂക്കളായി ഇങ്ങനെ വന്ന് ഭവിക്കുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും. നമ്മൾ വിത്തുകൾ ആയി പലതും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നിനെയും നമ്മൾ ഒരു ചെടിയായി അതിൽ നിന്ന് ഫലങ്ങളായി പൂക്കളായി കായ്കളായി വരാൻ വേണ്ടി നമ്മൾ മെനക്കെടുന്നില്ല. ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ തന്നെ ഒത്തിരി കലാവാസനകളും സർഗാത്മകളും എല്ലാം ഉണ്ട്. അതിന് നമ്മൾ ഈ പൂവിൻ്റെ ഒരു വിത്ത് പോലെ അതിനെ നമ്മൾ വളർത്തി വലുതാക്കി ആ കലകളെ അവരുടെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളെയും നമ്മൾ പുറത്തു കൊണ്ടുവരണം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കാണുമ്പം. കാരണം ഈ പൂക്കൾ എനിക്ക് അത്രയും കണ്ണിന് കുളിർമ തരുന്നുണ്ട്, മനസ്സിന് സന്തോഷം തരുന്നുണ്ട്. പ്രകൃതിക്കും അത് അതിൻ്റെ പൂക്കളിൽ നിന്ന് തേൻ നുകർന്നു കൊണ്ടുപോകാൻ തേനീച്ചകൾ വരുന്നുണ്ട്, വണ്ടുകൾ വരുന്നുണ്ട്. പ്രകൃതിയിൽ തന്നെ എന്തെല്ലാം സഹായം ചെയ്യുന്നു. അതുപോലെ മനുഷ്യരുടെ മനസ്സുകൾക്കും അവരെന്ത് സന്തോഷമാണ് നൽകുന്നത്. പല പല വർണ്ണങ്ങളിൽ പല പല കളറുകളിൽ അവർ പൂത്തു നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം മറ്റൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ എല്ലാവരും വീടുകളിൽ എന്ത് ചെയ്യണം? ചെടികൾ നട്ടുപിടിപ്പിക്കണം. പൂക്കൾ വേണം. മലക്കറി വിത്തുകൾ കൊണ്ടുവന്ന് അതിന് പൊടിപ്പിക്കണം. അത് നമ്മൾ സ്വയം അധ്വാനിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആ പ്രതിഫലം അത് വല്ലാത്ത ഒരു സന്തോഷം നൽകുന്നു. ഈ പൂക്കളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ പഴയകാല ഓർമ്മകൾ വരുന്നു. ആ കുട്ടിക്കാലം, ആ സുഹൃത്തുക്കളുമായി കളിച്ചൊരു കാലം, അയൽവക്കത്ത് പോയി കളിച്ചൊരു കാലം, കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തുകൂടിയൊരു കാലം. ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാ കുടുംബക്കാരും ഒന്നിക്കും. അന്ന് കാറ്ററിംഗ് ഒന്നുമില്ല. ഞങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് കാറ്ററിംഗ് ഒന്നുമില്ല. ഞങ്ങളെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടും. ഉമ്മ, വാപ്പാൻ്റെ ആൾക്കാർ, ഉമ്മാൻ്റെ ആൾക്കാർ, പിന്നെ കൊച്ചുമ്മ, കുഞ്ഞുമ്മ, വല്യമ്മ, കൊച്ചാപ്പ, മാമ, അങ്ങനെ ഒത്തിരി. പിന്നെ അയൽവക്കക്കാരോ അവരും എല്ലാവരും കൂടി 2-3 ദിവസം മുമ്പേ കല്യാണത്തിനൊക്കെ പോയി കണ്ട് പരിചയപ്പെട്ട് എല്ലാവരുമായിട്ട് സന്തോഷിച്ച് കൊച്ചു കുട്ടിയൊക്കെ അന്ന് ഉത്സവകാലമാണ്. വലിയവർക്കെല്ലാം അടുക്കളയിൽ ഇങ്ങനെ മലക്കറിയൊക്കെ അരിഞ്ഞ് എല്ലാവരും ഒത്ത് വേവിച്ച് ഒത്ത് തിന്ന് അവരുടെ കുഞ്ഞായ്മകളും നുണകളും അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ അവിടെ പറഞ്ഞ് കഷ്ടപ്പെടുന്നവനെ സഹായിക്കാമെന്ന വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരെ സഹായിക്കുന്നു. അങ്ങനെ ഒത്തൊരുമയോടെ ജീവിച്ചൊരു കാലഘട്ടം, എത്ര സുന്ദരമായ കാലഘട്ടം. പാപം നമ്മുടെ ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും, എൻ്റെ മകനോ മകൾക്കോ ഒന്നും ഈ ഭാഗ്യം ഇല്ല എന്ന് വേണം പറയാൻ. എങ്കിലും മാക്സിമം ഞാൻ എൻ്റെ കുടുംബക്കാരുടെ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും, മക്കളെ ഇത് നമ്മുടെ കുടുംബമാണ്. നമ്മുടെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, കുടുംബ ബന്ധം മുറിക്കുമെന്ന് സ്വർഗത്തിൻ്റെ മണം പോലും അടിക്കില്ലെന്ന്. എത്ര ശരിയാണെന്നറിയുമോ? ഈ ലോകത്ത് സ്വർഗമെന്ന് പറയുന്നത് കുടുംബ ബന്ധം തന്നെയാണ്. അതിന് ഒരു മാറ്റവുമില്ല. ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എത്രത്തോളമാണെന്നറിയുമോ? അതിനേക്കാളേറെ സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരുന്നു അന്ന് കുടുംബ ബന്ധങ്ങൾ. അവരുടെ വീട് എനിക്ക് ഇപ്പോഴും എൻ്റെ കുടുംബക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ കുടുംബക്കാരുടെ വീട്ടിലും ചെടികൾ ഒത്തിരി ഉണ്ട് കേട്ടോ. പല പല നിറത്തിലുള്ള പല വർണ്ണങ്ങൾ, എത്ര ഭംഗിയുള്ള ഷേപ്പ്, കുഞ്ഞു ചെടികൾ മുതൽ പൂക്കൾ മുതൽ വലിയ വലിയ പൂക്കൾ വരെ വിരിയുന്ന ആ പൂക്കളം നിറഞ്ഞ ആ മുറ്റത്ത് നമ്മൾ ഓടിക്കളിക്കുന്നു. എൻ്റെ വല്യമ്മമാരുടെ വീടെന്ന് പറഞ്ഞാൽ ആറിൻ്റെ കരയിലാണ്. ആ ആറിൽ പോയി നീന്തി കളിക്കുന്നു. ഇന്ന് എത്ര മക്കൾക്ക് ആ ഭാഗ്യമുണ്ട്? ഇന്ന് എത്ര കുട്ടികൾക്ക് ആറ്റിൽ പോയി നീന്തി കളിക്കാൻ പറ്റുന്നുണ്ട്? അവരെന്ത് ചെയ്യും? മരണക്കായത്തിലേക്കാണ് ചെന്ന് വീഴുന്നത്, അല്ലേ? അവർ തിരിച്ച് വന്നില്ലെങ്കിലായി. എത്ര ദയനീയമാണ് ഇന്ന് നമ്മുടെ ലോകം. ഓർക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഇത് കാണുന്നുണ്ടോ, ഓർക്കുന്നുണ്ടോ? നമ്മൾ ആ പഴയ കാലം നമുക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് തവണ വീണ്ടും ആഗ്രഹിച്ചു പോവുകയാണ്. ഇത്ര സുന്ദരമായിരുന്നു നമ്മുടെ ആ കാലഘട്ടം. ആ കുട്ടിക്കാലത്തിൻ്റെ ഒരു അല്പമെങ്കിലും ആ സ്വാദ് നുകരാൻ ഇന്നത്തെ തലമുറകൾക്ക് കഴിയുന്നുണ്ടോ കൂട്ടുകാരെ? എത്ര ഭംഗിയായ ആ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു.
കൂട്ടം കൂടി നിൽക്കുന്നത് നോക്കൂ. എത്ര ഭംഗിയായിട്ടാണ് ആ പൂക്കൾ വിരിഞ്ഞ് കൂട്ടം കൂടി നിൽക്കുന്നത്. അതുപോലെയല്ലേ നമ്മുടെ കുട്ടിക്കാലവും. നമ്മൾ അയൽവക്കത്തെ കുട്ടികളും നമ്മൾ അവധി വരുമ്പോൾ, ഓണാവധി വരുമ്പോൾ, ക്രിസ്മസ് അവധി വരുമ്പോൾ ഓടി ബന്ധുക്കളെ വീട്ടിൽ പോകാൻ നോക്കും അല്ലേ. പക്ഷേ ഇന്നത്തെ മക്കൾക്കോ, അവർക്ക് ട്യൂഷൻ അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസുകൾ എന്ന് പറയേണ്ട ഒത്തിരിയാണ് അവരുടെ പ്രശ്നങ്ങൾ. അതിനിടയിൽ അവർക്ക് കുടുംബക്കാരടുത്ത് പോകാൻ പറ്റുന്നില്ല, ബന്ധുക്കളായി കളിക്കാൻ പറ്റുന്നില്ല, അവരുടെ സ്വകാര്യങ്ങൾ അവരുമായി പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല. അവസാനം കുഞ്ഞു മനസ്സുകളിൽ നൊമ്പരങ്ങളായി ഉത്തരവാദിത്തങ്ങൾ ഇപ്പോഴേ ആ കുഞ്ഞു മനസ്സുകളുടെ തളർന്നു പോകുന്ന ആ ഹൃദയങ്ങൾ തളർന്നു പോവുകയാണ് ഇന്നത്തെ ഈ അവസ്ഥകൾ കൊണ്ട്. ആരും അവരെ മനസ്സിലാക്കുന്നില്ല. ആ കുഞ്ഞോമനകളുടെ ഹൃദയം ഈ പൂക്കൾ പോലെ എത്ര ലോലമാണല്ലേ. ഓർക്കുമ്പോൾ സങ്കടം വരുന്നു. പക്ഷെ നമ്മളെല്ലാവരും നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ പഠിച്ച് പ്രബുദ്ധരാകാൻ പറഞ്ഞതുപോലെ എല്ലാവരേക്കാളും നമ്മളെ മക്കൾ ഉയർന്ന കസേരകളിൽ ഇരിക്കണം എന്നാഗ്രഹിക്കുന്ന നമ്മൾക്ക് നമ്മളെ മക്കളുടെ മനസ്സ് കാണാൻ എന്നെങ്കിലും കഴിയുമോ? കഴിഞ്ഞിരുന്നെങ്കിൽ ആ പഴയ കുട്ടിക്കാലം നമ്മുടെ മക്കൾക്കും കിട്ടാൻ ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ വെറുതെ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്.